നമസ്കാരം. രാധാകൃഷ്ണനാണ്. ഒരു വീഡിയോ ഞാൻ കണ്ടു. പിന്നെ ഒരു നേഴ്സ് സഹോദരിയുടെ ആ നേഴ്സ് സഹോദരിയെ ആ കൊച്ചു പറയുന്നത് അതിനെ അപ്പിവാരി എന്ന് പറഞ്ഞ് ഒരു കമൻ്റ് ഇട്ടാണ്. നിങ്ങൾ അങ്ങനെയൊന്നുള്ള കമൻറ്റുകളൊന്നും ഇടരുത്. കാര്യം നേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പ്രസവിച്ച് വരുമ്പോൾ നമ്മൾ അമ്മയുടെ വയറ്റിൽ ഇവനെ കൂടെ പ്രസവിച്ച് വരുമ്പോൾ മലവും മൂത്രമൊക്കെ വന്ന് തന്നെയാണ് നമ്മൾ പ്രസവിക്കുന്നത്. അത് അവർ വൃത്തിയാക്കി നമ്മളെ കയ്യിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് തരുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ള അവരെ ഒന്നും മോശമായ രീതിയിൽ ചിത്രീകരിക്കരുത്. അതൊരു നല്ല കീഴ്വഴക്കമല്ല, മര്യാദയല്ല കേട്ടാ. താങ്കളുടെ ഈ പറഞ്ഞ വ്യക്തിക്ക് അമ്മയും സഹോദരിയൊക്കെ ഇല്ലേ? താങ്കളുടെ സഹോദരിയെ അല്ലെങ്കിൽ താങ്കളുടെ മക്കളെ അല്ലെങ്കിൽ താങ്കളെ എങ്ങനെയൊക്കെ എടുത്താണ് അങ്ങനെയൊക്കെ ഉണ്ട്. അത് നല്ലൊരു തൊഴിലാണ് നേഴ്സിംഗ് എന്ന് വെച്ചാൽ. ആ തൊഴിലൊരു ദൈവികമുണ്ട്. അതുകൊണ്ട് ആ തൊഴിലിനെ പുച്ഛിച്ച് നിങ്ങൾ സംസാരിക്കരുത് കേട്ടോ. ആരായാലും കുറച്ചൊക്കെ മാന്യമായ രീതിയിൽ സംസാരിക്കണം. അവർ വീഡിയോ ഇട്ട് അവരെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നവരെ ഇങ്ങനെ സംസാരിക്കരുത്. അത് പ്രത്യേകിച്ച് അവർ സ്ത്രീകളാണ്. അവരെ ബഹുമാനിക്കാൻ നമ്മൾ സമൂഹം പഠിക്കണം. ഇത് ചില നരമ്പ് രോഗികളുണ്ട്, അവരൊക്കെ ഒന്ന് പുച്ഛിച്ച് സംസാരിക്കും. അങ്ങനെയൊന്നും സംസാരിക്കരുത്. നിങ്ങളെ അമ്മയോ സഹോദരിയൊക്കെ ഇതേപോലെ സ്ഥാപനത്തിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ഇതേപോലെ നിൽക്കുമ്പോൾ വേറൊരാൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രയാസം തോന്നും? ആ സഹോദരിക്ക് അതൊരു പ്രയാസം തോന്നി, എനിക്ക് ആ സഹോദരിയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത്. അതൊന്ന്. രണ്ടാമത് ഒരു കാര്യം, അതെനിക്ക് പറയേണ്ട കാര്യമില്ല, പറഞ്ഞാൽ അത് തെറ്റുമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പൊതുവേദിയിൽ നിങ്ങളൊക്കെ വന്ന് ഈ മാധ്യമത്തിൽ കൂടെ ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. ഈ മുസ്ലിം സമുദായത്തിലുള്ള പണ്ഡിതർ നിങ്ങളുടെ സമുദായത്തിനെക്കുറിച്ച് സംസാരിക്കുക, നിങ്ങളുടെ ദൈവത്തിനെക്കുറിച്ച് സംസാരിക്കുക, അതൊക്കെ നല്ല കാര്യമാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുക കിടപ്പറയെക്കുറിച്ചാണ്. തൊട്ടാലും പിടിച്ചാലും നിങ്ങൾ മുന്ന് പിന്നെ ഇങ്ങനെ, അതൊക്കെ നമ്മൾ ഈ കൊച്ചു പിള്ളേരെ കാണുന്ന വീഡിയോയാണ്. സ്ത്രീകൾ പുരുഷന്മാർ എല്ലാവരും കാണുന്ന വീഡിയോയാണ്. ഈ പണ്ഡിതന്മാർ നിങ്ങൾ ഈ സംസാരമൊക്കെ മതിയാക്കണം. നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയും, അറിവ് കിട്ടുക കാര്യങ്ങൾ. ഈ ലഹരികൾ വിൽക്കില്ലെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ നല്ലൊരു രീതിയിൽ കൊണ്ടുവരിക. അല്ലാതെ ഈ നിങ്ങൾ തന്നെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഞാൻ ഒരുപാട് വീഡിയോ ഈ മുസ്ലിംകാരുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഈ കാണുന്ന വീഡിയോയിലൊക്കെ വെറും ഈ ലൈംഗിക ബന്ധത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നു. വേറെ ഒരു നല്ല കാര്യത്തെക്കുറിച്ചേ സംസാരിക്കില്ല. ഈ ബന്ധങ്ങളെക്കുറിച്ച് ഭാര്യ ഭർത്താവ് എങ്ങനെ ബന്ധപ്പെടുന്നു, എന്ത് ചെയ്യണം, കാമുകി എങ്ങനെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ പറയരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ നല്ല രീതിയിൽ കൊണ്ടുവരിക കേട്ടോ. ഇത് ഒരു ഉപദേശമായിട്ട് കണക്കാക്കിയാണ്. കാര്യം നിങ്ങൾക്ക് ഉപദേശം തന്നതിന് കാര്യമൊന്നുമില്ല. ഈ പഠിച്ചതേ പാടൂ. ചേമ്പലയിൽ വെള്ളം ഒഴിച്ചു വരെയാണ്, അതറിയാം. എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ശരി, നമസ്തേ.